ക്യാരറ്റ് ബർഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ക്യാരറ്റ് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് 1 കപ്പ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്. ഇത് ഈ പാലിലും മിൽക്ക് മെയ്ഡിലും കിടന്ന് ഈ ക്യാരറ്റ് നന്നായിട്ട് ആദ്യം ഒന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് ഇത് തിളച്ച് വരുന്നത് വരെ കൂട്ടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ച് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായി തുടങ്ങും. പിന്നെ അത് വീണ്ടും വറ്റിച്ചെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുമ്പാണ് 2 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വിതറാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് പാലിൽ കിടന്ന് വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. മിൽക്ക് മെയ്ഡിന് മധുരം ഉള്ളതുകൊണ്ട് ഇതിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായി തുടങ്ങും. ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകമാകുമ്പോഴാണ് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ഇത് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം.
പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ച് ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു കുഴിയുള്ള ഒരു പ്ലേറ്റിലേക്കാണ് ഇത് റൗണ്ടായിട്ടുള്ള ഒരു ഷേപ്പിന് വേണ്ടി ഇത് ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വിതറി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്.